ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി നൂൽപുട്ടിൻ്റെയും പുട്ടിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ളൊരു കിഴങ്ങ് കറിയാണ്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കാൻ നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 3 കിഴങ്ങ്, ഒരു വലിയ ഉള്ളി, 2 പച്ചമുളക് ഇത്രയാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്കൊന്ന് ക്ലീൻ ചെയ്ത ശേഷം കട്ട് ചെയ്തെടുക്കാം. ഒരു 3 മീഡിയം സൈസിലുള്ള കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് എല്ലാം കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. വെള്ളം ഒഴിച്ച് കൊടുത്ത ശേഷം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കല്ലുപ്പ് ഇത്രയും ചേർത്ത് കൊടുക്കാം. നമുക്ക് മുളക് പൊടി കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ലോ ഫ്ലെയിം ആക്കി കൊടുത്ത ശേഷം ഒന്ന് വേവിച്ചെടുക്കാം. കിഴങ്ങൊക്കെ ഒന്ന് വെന്ത് വരട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് ഇതിലോട്ടുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാം. അരപ്പിന് വേണ്ടിയിട്ട് നാളികേരം, കുറച്ച് ചെറിയ ജീരകം, ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. നന്നായി അരച്ചെടുത്തിട്ട് വരാം നമുക്ക്. അപ്പോഴത്തേക്കും നമ്മുടെ കിഴങ്ങൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് ജസ്റ്റ് ഒന്ന് ഉടച്ച് കൊടുക്കാം. കയ്യിൽ വെച്ചിട്ടൊക്കെ ഒന്ന് നന്നായിട്ട് ഉടച്ചെടുക്കുന്നുണ്ട്. ഉടച്ചെടുത്ത ശേഷം നമുക്കിതിലോട്ട് അരപ്പ് ഒഴിച്ച് കൊടുക്കാം. നാളികേരം, ജീരകം കൂടെ അരച്ചിട്ടുള്ള അരപ്പാണ്. ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. ഈ സമയത്ത് ഉപ്പ് കുറവുണ്ടെന്ന് നോക്കിയിട്ട് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം. തിളച്ച് വന്ന ശേഷം കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇത് നമുക്കൊന്ന് വറവിട്ടെടുക്കാം. അതിന് വേണ്ടിയിട്ട് ചട്ടി അടുപ്പത്ത് വെച്ച ശേഷം ചൂടായിട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ചൂടായ ശേഷം കടുകിട്ട് പൊട്ടിക്കുക. പിന്നെ കുറച്ച് ചെറിയ ഉള്ളി കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. നമുക്ക് കുറച്ച് ഉണക്കമുളക്, വേപ്പിലത്തിനും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് കളറൊക്കെ മാറി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഈ കറിയിലോട്ട് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള കിഴങ്ങ് കറി റെഡി ആയിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒപ്പം കൂട്ടാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളിയുള്ളൊരു കറിയാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും.